ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്സ് ആയത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ നമുക്കൊരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു 200 ഗ്രാം ചിക്കൻ എടുത്തിന്. അതിനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല, പിന്നെ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തൈര് ഇല്ലെങ്കിൽ നാരങ്ങ നീര് ആക്കി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാൻ വെക്കലാന്ന്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറെല്ലാം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതായിരിക്കും. ഇനിയിപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിന് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കലാന്ന്. അപ്പോൾ ചിക്കനെല്ലാം ഇങ്ങനെ ചെറിയ കഷ്ണാക്കിയിട്ട് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ ചിക്കനെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിന്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ഉള്ളി കട്ടാക്കിയത്, പിന്നെ ഒരു ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കിയെടുക്കലാന്ന്. അപ്പോൾ ഉള്ളിയെല്ലാം നല്ലോണം ഒന്ന് വാട്ടി വന്നിട്ടാകുമ്പോൾ ഞാൻ പിന്നെ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആയാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മസാലയുടെ റെഡി ആയിട്ടുണ്ട്. അതിനിപ്പോൾ ഞാനിവിടെ ഒരു 25 ഗ്രാം ബട്ടർ, കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ടൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബട്ടർ കുറച്ച് ടൈം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ മെൽട്ടായി കിട്ടും. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബണ്ണാണ് എടുത്തിനത്, ബാവ് ബണ്ണില്ലേ അതാണ് എടുത്തിനത്. അതായത് ഇതുപോലെ നെടുക പിളർന്നിട്ട് ഞാനൊരു പ്ലേറ്റിൽ വെച്ച് കൊടുത്തിന്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മളാക്കി വെച്ചിട്ടുള്ള ബട്ടർ തേച്ച് കൊടുക്കലാന്ന്. ബട്ടർ മൊത്തത്തിൽ തന്നെ തേച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് മയണസാണ്. മയണസ് കൂടി ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കലാന്ന്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മളാക്കി വെച്ചിട്ടുള്ള മസാലയില്ലേ അത് അത്യാവശ്യം നല്ലോണം തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മയണസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് ചീസാണ്. ഞാനിപ്പോൾ ഇവിടെ സ്ലൈസ്ഡ് ചീസാണ് എടുക്കുന്നത്. മറ്റേ ക്രേറ്റ് ചെയ്തെടുക്കുന്ന ചീസാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാനിത് എയർ ഫ്രയറിലാണെന്ന് മെൽട്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു 160 ഡിഗ്രിയിൽ ഞാനൊരു 5-6 മിനിറ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓവണോ എയർ ഫ്രയറോ ഒന്നും ഇല്ലെങ്കിൽ സാധാ പാനിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്താലും മതി. നമ്മുടെ ഈ ചീസില്ലേ, ചീസൊന്ന് മെൽട്ടായി കിട്ടാനാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്കാന്ന് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, ഞാൻ ചില്ലി ഫ്ലെക്സ് ഇട്ടിട്ടില്ലേനും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എയർ ഫ്രയർ തുറന്നിട്ട് കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5-6 മിനിറ്റെല്ലാം കഴിഞ്ഞിന് നമ്മുടെ ചീസെല്ലാം നല്ല തന്നെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പാനിൽ നിന്ന് മാറ്റലാന്ന്. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഒരു ബണ്ണും കൂടി ആക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല കാണാൻ തന്നെ നല്ലൊരു മൊഞ്ചാണ്. ഇതുപോലെ എന്നിട്ട് ഞാനൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റ് നിറയെ തന്നെ കടിയെല്ലാം ആവും ഇങ്ങനെ ആക്കിയെടുത്താൽ. ഉണ്ടാക്കാനും സിമ്പിളാണ്. അപ്പോൾ ഇഫ്താറിൻ്റെ ടൈമിലെല്ലാം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്സ് ആയത്. അപ്പോൾ ചീസെല്ലാം ഇട്ടിട്ട് ആക്കുന്നതുകൊണ്ട് തന്നെ ഇഫ്താർ ടൈം ആകാനാകുമ്പോൾ ഒന്ന് മെൽട്ടാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി ആയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.